പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞേ? മത്തായി ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. അപ്സരേച്ചിയാണ്. അപ്സരേച്ചി വന്നതിൽ നിന്നും കുറെ അധികം മാറിയിട്ടുണ്ട്. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഓ ഇതൊക്കെ എന്ത് അങ്ങനെയൊന്നുമില്ല സാർ, ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. പിന്നെ അപ്സരേച്ചിനെ എന്ത് മാറ്റിയാൽ ഫിനാലയിൽ എത്തുമെന്ന് ചോദിച്ചാല് അപ്സരേച്ചിയുടെ മൂഡ് സ്വിങ്സ് മാറ്റിയ. എന്നാ ആദ്യം അത് ചോദിച്ചാലോ? എന്റെ ദൈവമേ, 4000 ഉണ്ടോ ഇതുപോലെ പാഷാണത്തിലെ കൃമികൾ? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം ഉള്ളത് തന്നെയാ. ഇതെന്താണോ നീ നേരത്തെ പറയാത്ത? ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ. പാവം. പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ആളായിരിക്കും, പെട്ടെന്ന് നമ്മൾ ചേച്ചിയുടെ ചിരി കണ്ടിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞേ. അപ്പൊ ഉടനെ ചേച്ചി എന്താ നീ അങ്ങനെ പറഞ്ഞേ? എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ 1500 കിട്ടണം. അതിന് ചില ഫ്രോഡുകൾ കാണും. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. നമ്മള് ചില തമാശയൊക്കെ ആദ്യമേ പെയ്യെ പറഞ്ഞു നോക്കും. അപ്പൊ അപ്സരേച്ചി ചിരിക്കുന്നത് കണ്ടാ മാത്രമേ അത് ഉറക്കം പറയത്തുള്ളൂ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതല്ലാതെ എനിക്ക് ഇവിടെ ഉള്ള വൺ ഓഫ് ബെസ്റ്റ് ഗെയിമർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് അപ്സര. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. നമ്മളെ പറ്റി നിന്നെ പോലെയുള്ള നല്ല ആളുകൾ നല്ല 2 വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുവാന്ന്. അതുകൊണ്ട് വേണ്ട. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. പിടിച്ചുപോയാലും ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ. ജീവിക്കാൻ വേണ്ടി ഒരു നുണ പറയുന്നു. അതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അപ്സര ഈ ബിഗ് ബോസ് വീടിനോട് ഇപ്പോൾ വിട പറയുകയാണ്. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യമേ നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണേ. ഇതിൽ ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞല്ലോ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു.